കാര്യം നമുക്ക് രണ്ടാക്കും കപ്പില്ല. പക്ഷെ കുട്ടി ഇപ്രാവശ്യം ആരപ്പരങ്ങ് പോകുന്നുണ്ടെങ്കിൽ ഓന്റെ ഒപ്പരം പോയാൽ മതി. നമ്മളൊപ്പരായിരിക്കുമല്ലേ ഏട്ടാ? മുട്ടേന്ന് വിരിയുന്നതിന് എനിക്കൊരു കപ്പില്ലേ? ഓർഡറാ. ഞാൻ പറഞ്ഞു തരുന്നത് അവനെ പറ്റിയ. 1000 കപ്പുകളേക്കാൾ ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങൾ തന്ന എന്റർടൈൻമെന്റ് ആണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. ഞാൻ ചായ കുടിക്കാൻ കപ്പ് തേടുകയായിരുന്നു. നിങ്ങൾക്കില്ലാത്ത കപ്പ് എനിക്കെന്തിന്? അപ്പൊ നമുക്ക് ചിന്നസ്വാമിയിൽ കാണാം. ഈ സാല ആ കപ്പ് നമ്മുടെ. ഇതാണ് അപ്പൊ ടേബിൾ ടോപ്പ്. കൊള്ളാ സ്ഥലം. ആ, ഈ വാതിലിന്റെ കളറ് നീലയല്ല അല്ലേ? അതിന് നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? അല്ല, എന്റെ ഭാവനയിലെപ്പോ നീല കളർ ചെയ്യുന്നു. ഓ, പറഞ്ഞ പോലെ നീ കൂടി ആദ്യമായിട്ടാണല്ലേ? ഇത് നിന്റെ 6ാം സ്ഥാനം പോലെയല്ല. ഇവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാണ്ട്. ഞാൻ വഴിയെ പറഞ്ഞുതരാം. 6 കളി വേങ്കടെ തോറ്റിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു കുപ്പി വെള്ളത്തിന് ചോദിച്ചപ്പോ മുണ്ട് പൊക്കി കാണിച്ചവരാണ് നിങ്ങൾ മുംബൈ ഫാൻസ്. എല്ലാ സീസണിലെയും പോലെ 4 കളി കഴിയുമ്പോൾ ബോട്ടം ടേബിളിലേക്ക് പോകുന്ന പഴയ RCB അല്ല, സ്വന്തം കളി കണ്ട് സ്വന്തം കണ്ണതിന് തലമുറ അൽ RCB. ശർമാജി, നിങ്ങൾക്ക് എത്ര IPL കപ്പ് ഉണ്ട്? എനക്കൊരു 6 ഉണ്ട്. എത്ര കപ്പ്? 6 ഉണ്ട്. ഈ 6 കപ്പുകൾ നിങ്ങളെന്തിനീ അടിവാരത്തിലെ ടീമിന് വെള്ളം കൊടുക്കാൻ നിൽക്കണപ്പാ? അത് അണ്ണം പണ്ട് പെരിയ ക്യാപ്റ്റനെയോ ഒരു അനിയൻ കുട്ടനെ ക്യാപ്റ്റൻ ആക്കിയാരോ ഇവര് തമ്മിൽ അടിയായിട്ട് ഇപ്പൊ ഇങ്ങനെയായി. 6 കപ്പുള്ള ഒരുത്തിനും നമ്മുടെ അടിയിലില്ല. അതുകൊണ്ട് നിങ്ങളെടുക്ക് അടിയും ഇല്ല. ഹലോ, RCB മാനേജ്മെന്റ് അല്ലേ? എൻ്റെ അടുക്ക് കിഡിലും ബിസിനസ് പ്ലാൻ ഉണ്ട്. നമുക്ക് ചിന്നസ്വാമി ഗ്രൗണ്ട് കളിച്ചിട്ടിട്ട് സപ്പോർട്ട കൃഷി തുടങ്ങിയാലോ? ഇത്രയും ബസ് കേട്ട സ്റ്റേഡിയം എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല. നമുക്കെന്താ കപ്പ് കിട്ടാതെ ചോദിച്ചിട്ടില്ലേ? ആ സ്റ്റേഡിയം ആദ്യം പൊളിക്കണം. എന്നാലും കിങ്ങെ മോശമായി പോയി ഏട്ടാ. എന്താടാ, കളി നിങ്ങൾ ജയിച്ചില്ലേ? ഒരു 10 റണ്ണം കൂടി നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സെഞ്ചുറി ആക്കി കൂടെയാണോ? വാരഫലം കാണിപ്പയ്യർ. ഓസ്ട്രേലിയൻ ബോളർമാർക്ക് ഇന്ന് മാനഹാനി. വെറുതെ അല്ല കൊണ്ട് പെരങ്ങി. അങ്ങനെ പറ. രാഹുലേട്ടൻ ഏതാ കളി? കിട്ടില്ല തന്നെ. ഈ ചങ്ങായിനെ ഒഴിവാക്കിയിട്ടാന്നല്ലോ 27 കോടിക്ക് ഞാൻ ഈ വാഴേനെ വാങ്ങി. എന്താ രാഹുൽ എജ്ജാന്തി കളി, കിടുക്കളി കേട്ടാ. പണ്ട് നീ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞേ. അന്നേരം നീ നമ്മളെ ടീമല്ലല്ലോ, ഇപ്പൊ നീ നമ്മളെ ടീമല്ലടാ. ഇതുപോലൊരു കപ്പൊന്നു വേണം, പ്രീതി ചേച്ചിക്ക് കൊണ്ടുപോകണം. ചിന്നസ്വാമിയിലെ ശാപങ്ങൾ തീർത്തിട്ട് കപ്പ് നമുക്ക് വേണം. ഞങ്ങൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഞങ്ങൾ പഞ്ചാബ് കിങ്സ്. കപ്പുണ്ടോ? കപ്പില്ല. നിങ്ങൾക്കുണ്ടോ? ഇല്ല, ഞങ്ങൾക്കും ഇല്ല. എന്റർടൈൻമെന്റ് ഉണ്ടോ? അത് മാത്രമുണ്ട്. നമുക്കും അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതുവരെ 3 കളി ജയിച്ചു. നമ്മളും ഇതുവരെ 3 കളി ജയിച്ച്. എന്നാ നമ്മൾ 2 കളി തോറ്റ്. നമ്മളും 2 കളി തോറ്റ്. എല്ലാം ഒരുപോലെ. ഇന്നത്തെ കളി കഴിയട്ടെ, ഈ ഒരേപോലുള്ളത് മാറ്റിത്തരാം. ഓ, നിങ്ങൾ ഇന്ന് തോക്കാൻ പോക്കല്ലേ? എന്നാ മറ്റന്നാൾ ആദ്യം നിങ്ങളെ തന്നെ തോപ്പിക്കാം. നല്ല ഡിഫറൻസ് ആക്കി തരാം. അതിന് മാത്രമുള്ള പൊറോട്ട പ്രീതി ചേച്ചി നിങ്ങൾക്ക് തരുന്നുണ്ടാ? പ്രീതി ചേച്ചിനെ പറ്റി ഒരു അക്ഷരം പറ കേട്ടാ. പ്രീതി ചേച്ചിന്റെ പൊറോട്ടന്റെ പവർ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചാ. പൊന്നു കൂലിയണ്ണ, മഴയത്ത് പൊട്ടുപോയി. അല്ല, നിങ്ങൾ ബാറ്റ് ചെയ്യുന്നില്ലേ കൂലിയണ്ണ? ക്യാപ്റ്റൻ, നിങ്ങളെന്ന് കീയാത്തേ? എന്താ നിങ്ങൾ അനക്ക് ബാറ്റ് ചെയ്തിരുന്ന്? എന്നാ സംഭവിച്ചെന്നാ പട്ടി? വാട്ട് ഹാപ്പൻഡ്? കൃഷ്ണ ഗുരുവായൂരപ്പ അൽഹംദുലില്ലാ പടച്ച തമ്പുരാനെ വിശുദ്ധ കന്യാമറിയമേ, എനിക്ക് +2 49% കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല. ഈ തെണ്ടികളിൽ നിന്ന് 49 റൺസ് കടത്തി തരണേ. ആ മഴ പെയ്ത് ചോരണ്ടിനും എങ്ങനെ ചോരാണ്ടിരിക്കാനാ? നേരത്തെ അമ്മാരി പ്രാർത്ഥനയല്ലേ പ്രാർത്ഥിച്ചേ? ഹലോ, കൊറിയയിലെ സുൻ ഹിമ്മിങ് അല്ലേ? ചിന്നസ്വാമി ഗ്രൗണ്ടിലേക്ക് 2 മിസൈല് വിടുവോ അർജന്റായിട്ട്? വേഗമാണോ? ഒരു 4 ഓവർ കഴിയുന്നതിന് മുന്നേ വേണോ? എന്താടാ നേരത്തെ കളിയാക്കിയവനെല്ലാം പുറത്തു പാടാ, കടന്നടാ. RCB കടന്നടാ 49. നമ്മളോടെ കളി. ചിന്നസ്വാമി സ്റ്റേഡിയം അണിയിച്ചൊരുക്കി, അതിനുള്ളിൽ 6 മുള വള്ളംകളിയൊരുക്കി, മറ്റൊരു 49 നിന്നും രക്ഷിച്ച ഡേവിഡേ ശരണം നീ നിത്യം. കളിക്ക് മുന്നേ ലോകത്തില്ലാത്ത ഡയലോഗെല്ലാം പറഞ്ഞ് കളി നാണം കെട്ട് തോറ്റിട്ട് ഇപ്പൊ കൂളിംഗ് ഗ്ലാസ് വെച്ച് നിൽക്കുന്ന. ഇപ്പൊ ഒന്നും പറയില്ലടാ എനിക്ക്. എടാ, നീ എന്തിനാടാ കരയുന്നത്? നിങ്ങൾ ആദ്യമായിട്ടൊന്നല്ലല്ലോ തോക്കുന്നത്. ഇത്രയും കാലം ആ പ്ലേയേഴ്സിന്റെ പ്രശ്നമായിരുന്നു. എല്ലാ പ്ലേയേഴ്സിനും ഒന്ന് സെറ്റാക്കി എടുത്ത് ടീം ഒന്ന് സെറ്റായിരുന്നു. ആ നശിച്ച ഗ്രൗണ്ട് ചിന്നസ്വാമി സ്റ്റേഡിയം അത് നന്നാക്കാണ്ട് നമ്മളെ ടീം ഗതി പിടിക്കൂലടാ. കണ്ടടി നിൽക്കുന്നില്ലേ? എടാ, നീ ഇങ്ങനെ കരയണ്ട. നീ ഒരു കാര്യം ചെയ്യും, 3-4 കളി പഞ്ചാബ് വന്ന് കളിച്ചോ. നമ്മള് പറഞ്ഞോണം പ്രീതി ചേച്ചിനോട്. അയ്യടാ, നമുക്കൊരുത്തിന്റെ ഔദാര്യം വേണ്ട. നമ്മൾ ബാംഗ്ലൂരാടാ, ബാംഗ്ലൂർ. ഈ സാലാക്കപ്പ് നമ്പറും ഇനി നിങ്ങളെ തോപ്പിക്കോടാ. RCB ഫാൻ അല്ലേ? നോമിനെ അറിയാമായിരുന്നു നിങ്ങൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന്. ചൂടുള്ള നക്ഷത്രം നോമിനെ എല്ലാം കാണിക്കുന്നുണ്ട്. RCB ചിന്നസ്വാമിയിൽ ജനനം. നിങ്ങളുടെ ടീമിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
ഗൃഹസ്യ ഗൃഹേ ഗൃഹോപി തോൽവി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹോമോഫോബിയ. അതായത് ഹോം ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ പ്ലേയേഴ്സിന് ഒരു തരം പനി, ഒരു തരം വിറയൽ. പണ്ട് നിങ്ങളുടെ RCB ഭരിച്ചിരുന്നത് വിജയ് മല്യ എന്ന പേരുള്ള ഒരാളായിരുന്നു. അയാളെ നാട് കടത്തി. പോകുന്നതിന് മുന്നേ ചിന്നസ്വാമിയിലെ കന്നിമൂലയിൽ വെച്ച് അയാൾ ചിന്നസ്വാമിയെ ശപിച്ചു, ഈ ടീമിന് ഗുണം പിടിക്കാതെ പോകട്ടെ എന്ന്. ഈ സീസണിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഹോം ഗ്രൗണ്ടിൽ നിങ്ങളുടെ ടീമിന് ജയിക്കാൻ പറ്റില്ല. പരിഹാരമുണ്ട്. നിങ്ങളുടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ അടിവേരടക്കം മാന്തുക, നിങ്ങളുടെ മൊത്തമായിട്ട് ഇടിച്ച് നിരത്തി കളയുക. എന്നിട്ട് വല്ല മെനയുള്ളൊരു സ്ഥലത്ത് നല്ലൊരു പിച്ചിൽ നല്ലൊരു സ്റ്റേഡിയം പണിയാം. വേറെ ഒരു വഴിയും നാം കാണുന്നില്ല. ഈ സീസണിൽ കപ്പടിക്കാൻ നിങ്ങൾ കേവലം ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാല് പഞ്ചാബ് കിങ്സ് അഡ്മിൻ അല്ലേ? എന്ത് പറ്റി? ഇന്ന് ഡാൻസ് ഒന്നും കണ്ടില്ലല്ലോ, സ്റ്റെപ്പ് മറന്നുപോയി. വലിയ ചന്ദനാദി ബെസ്റ്റാ. പ്രീതി ചെഞ്ചിയോട് പൊറോട്ട മാവിൽ കുഴച്ചിട്ട് തരാൻ പറഞ്ഞാൽ മതി. ഏപ്രിൽ 18 ചിന്നസ്വാമിയിൽ വെച്ച് RCB ആയിട്ട് നിങ്ങൾക്കൊരു മാച്ച് ഉണ്ടായിരുന്നു അല്ലേ? മാച്ചിൽ RCB നിങ്ങൾ തോപ്പിച്ചെന്ന് മാത്രമല്ല, അന്ന് ഇൻസ്റ്റഗ്രാമിൽ കോഹ്ലിയെ കളിയാക്കിയ ഒരു ഡാൻസ് നിങ്ങൾ അപ്ലോഡ് ചെയ്തു, ശരിയല്ലേ? പക്ഷെ നിങ്ങൾ മറന്നുപോയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേ കോഹ്ലിയുടെ ടീമുമായിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് മറ്റൊരു മാച്ച് നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യമാണ്. ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് ഇപ്പൊ നിങ്ങളുടെ മനസ്സ് മുഴുവൻ. ഒന്ന് പൊട്ടിക്കരയാൻ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നു, ശരിയല്ലേ പഞ്ചാബ് അഡ്മിനെ? Shall I remind you something? I pity you for the dirty game you have played in this case. If I can quote some words of a legend in this context, if you can give it, you gotta take it back as well. That's all, Your Honor. എടാ പിന്നില്ലേ, RCB കളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്, എനിക്ക് ചിലപ്പോ റൂം മാറേണ്ടി വരും. ശരിയാന്ന് ഞാൻ വിളിക്കാം. ആരോടാന്നൊരു ഫോണ് വിളി രാത്രിയില്? ഞാൻ ആരെ വിളിച്ചാലും നിനക്കെന്നാന്ന് മേലെ പറമ്പിലെ മൂത്ത കാരണോറായി പോയില്ലേ എന്നാലും ഇതെല്ലാം അന്വേഷിക്കണ്ടേ? കാരണോറാ നീയാ? ഏത് വകയില്? എന്നാ അപ്പൊ ഒന്നും അറിയാത്ത പോലെ. ടേബിളില് ഫസ്റ്റല്ലേ ഇപ്പോ? നമ്മളെ ഗ്രൗണ്ടിൽ വന്നിട്ട് ഒരുത്തൻ കിണർ കുത്തി കാണിച്ചിട്ടില്ലേനോ? ഓന്റെ ഗ്രൗണ്ടിൽ ഒരു കൊയൽക്കിണറിനെ കുത്തി കൊടുത്തിട്ടുണ്ട് നമ്മളെ പിള്ളേർ. ടേബിൾ ടോപ്പാന്ന് ചോദിച്ചിട്ട് ഓവർ ഭരണം ഇങ്ങോട്ട് വേണ്ട കേട്ടാ. 18 കൊല്ലായിട്ട് കപ്പില്ലല്ലോ എന്നായിരിക്കും അല്ലേ ധാരാവി? ഈ സീസൺ നമ്മളെ റിവഞ്ച് സീസണാണ്. ഡാൻസ് കളിച്ചവനുള്ളത് കൊടുത്ത്, സെലിബ്രേഷൻ ഇട്ടവനുള്ളത് കൊടുത്ത്, ചെപ്പോക്കിൽ ജയിച്ചിട്ടില്ല എന്നുള്ള പരാതി തീർത്തു കൊടുത്ത്, ഇനി ബാക്കിയുള്ളത് ആ കപ്പാം. അതും കൂടി നമ്മൾ ഈ സീസണിൽ അങ്ങ് പോക്കും. കുറെ കൊല്ലായി കേൾക്കുന്നതെല്ലാം കണ്ടാ മതി എപ്പെങ്കിലും. നമുക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്തിനാന്നറിയാ? ആ ടിം ഡേവിഡിനെ നമുക്ക് തന്നേനും പിന്നെ നമ്മളെ കൃണാൽ പാണ്ഡ്യനെ ഇത്ര ഡെവലപ്പ് ആക്കിയേനും. രണ്ടാളും കത്തുന്ന ഫോമിലല്ലേ ഈ സീസൺ. എത്ര കളിയോ ജയിപ്പിച്ചേ. അത് പിന്നെ ചന്ദനം ചാരിയാല് ചന്ദനം മണക്കൂന്നല്ലേ? പക്ഷെ ടിം ഡേവിഡ് തണ്ടിക്ക് വലിയ മണമൊന്നുമില്ല. എന്നാ പിന്നെ നീ വിട്ടോ, ഞാനന്ന് ഈ ഫസ്റ്റ് പൊസിഷനിൽ നീണ്ട് നവർന്നൊന്ന് കിടക്കട്ടെ. അണയാൻ പോകുന്നത് ഈ കത്തും ധാരാവി, ആളി കത്തു. ഈ IPL സീസൺ RCB കത്തിക്കും. കിങ് ബാബർ സ്പീക്കിംഗ്. ഹു ആർ യു? ഇസ് ദിസ്? ഏത് പഞ്ചായത്തിലെ കിങ് ആണാവോ? കറാച്ചി പഞ്ചായത്തിലെ ആണോ? ഒറിജിനൽ കിങ്ങിനോ? പറകിങ്ങേ സുഖ? ഇവിടെ സുഖം തന്നെ. ഇവിടെ പിന്നെ PSL പൊടിക്കുകയാണല്ലോ. PSL ആന്ന സാധനം ആടെ ടെലികാസ്റ്റ് ഇല്ല അല്ലേ? ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം PSL ആണ് IPL-നെക്കാട്ടിയും ഫേമസ്. നമ്മളെ മിച്ചലിന്റെ വാച്ച് കളവ് പോയ ന്യൂസ് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. അതൊക്കെ എപ്പോഴേ കിട്ടി ബോധിച്ചു. IPL-നെക്കാട്ടി എന്തുകൊണ്ട് നല്ലത് PSL ആണ്. നമുക്കിവിടെ മാൻ ഓഫ് ദ മാച്ചിന് കിട്ടുന്നത് ട്രിമ്മർ, സോപ്പ് പെട്ടി, വാട്ടർ ബോട്ടില്, പിന്നെ ഫൈനലില് 10 കിലോ 100 മാൻ അരിയുണ്ട്. അല്ല വെള്ളയെല്ലാം ഉണ്ട് ഇങ്ങക്കാടാ. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഞാൻ ആലോചിക്കില്ലേനു, ഈ പാകിസ്ഥാൻ ഇന്ത്യ വിഭജനം നടന്നിട്ടില്ലെങ്കിൽ നമ്മള് 2 ടീമിൽ ഇപ്പോഴത്തെ പ്ലേയേഴ്സിനെ വെച്ചിട്ട് നമ്മളെ ടീം എന്താ കിടിലായിരിക്കുമല്ലേ? ശരിയാ, സെറ്റ് ടീമായിരിക്കും. ഓപ്പണിംഗിൽ രോഹിത്തും ഗില്ലും, വണ്ടോണ് ഞാൻ, പിന്നെ രാഹുൽ, പിന്നെ ശ്രേയസ്, പിന്നെ പന്ത്, പിന്നെ അക്സർ, പിന്നെ ജഡേജ, പിന്നെ പാണ്ഡ്യ, പിന്നെ ഷമ്മി, പിന്നെ ബുംറ. നമ്മളെ ടീമിലെ പ്ലേയേഴ്സ് ഒന്നും വേണ്ടേ? നിങ്ങൾ സമയത്തിന് വെള്ളം എടുത്ത് തരണം, നെറ്റ്സിൽ വന്ന് ഇടക്കിടക്ക് ബോൾ എറിഞ്ഞു തരണം. അല്ലെങ്കിലും കഴിവില്ലാത്ത ആക്കിടെ ഒരു വിലയും ഇല്ലല്ലോ. എന്നാലും ഇങ്ങനെ ഉണ്ടാകും ഒരു ഗതികേട്. 5-10 കൊല്ലം കൂടിയിട്ട് പ്ലേ ഓഫ് കയറാൻ വേണ്ടി ഒറ്റൊരു കളി ജയിച്ചാൽ മതിയല്ലോ. നേരം തന്നെ ആ പാകിസ്ഥാൻ ദണ്ഡികൾ മുടിഞ്ഞു പോയുള്ളൂ. ഐറ്റിങ്ങൾ മുടിഞ്ഞു പോയുള്ളൂ. ഞാൻ ആലോചിക്കുന്ന എന്താന്ന് വെച്ചാല് നമ്മള് കപ്പെടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടൊരു യുദ്ധം വരേണ്ടി വന്നില്ലേ? നമ്മളൊരു പവർ. യുദ്ധമില്ലാത്ത സലാക്കപ്പ് നമ്മുടെ. സലാറേ, നിങ്ങളെ ഈ സീസൺ കഴിഞ്ഞിട്ടാകുമ്പോഴുള്ള ഡയലോഗ് സെറ്റ് ആയിട്ടുണ്ട്, പറയട്ടെ? ഈശ്വര ഭഗവാനെ, കപ്പെടുത്തിട്ടുള്ള ഡയലോഗ് ആയിരിക്കണേ. പറ. ഈ ഡയലോഗ് കൊള്ളാലോ. ഇത് ഞാൻ അഭിനയിച്ച് കാണിച്ചതാ, പിടിക്ക്. കണ്ടുപിടിച്ചോ. 18 കൊല്ലായടാ ഫാൻസേ RCB IPL കളിക്കാൻ തുടങ്ങിയിട്ട്.
അതിനിടയിൽ എല്ലാ സീസണിലും ഒരു ചായക്കപ്പ് പോലും കിട്ടാണ്ട് ഈ സാല നമ്മുടെയാന്ന് പറഞ്ഞ് നടന്നിട്ടുമുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു റിഗ്രറ്റും ഈ RCBക്ക് ഇല്ലടാ. ഇനിയിപ്പോ ഈ സീസണിൽ ഒരു കപ്പും കിട്ടാണ്ട് IPLന്റെ പുറത്തേക്ക് ഇതാ ഇങ്ങനെ നടക്കുമ്പോ ഇല്ലേ, RCB പഴയ RCB തന്നെയാടാ. എടോ 18 കൊല്ലം ഞാൻ ഈ സ്ഥിരം ഡയലോഗ് പറയുന്നു. കാണു 2008 ഞാനായത്. ഇനിയെങ്കിലും സ്ഥിരം ഇംഗ്ലീഷ് ഒന്ന് മാറ്റിക്കൂട്ടറോ. എടാ സത്യം പറഞ്ഞ അനക്ക് നല്ല ആഗ്രഹമുണ്ട് ഇങ്ങക്ക് ഒരു കപ്പ് കിട്ടണമെന്ന്. പക്ഷെ കമ്മിറ്റി സമ്മതിക്കണ്ടേ? ഞാനൊന്ന് നോക്കട്ടെ ഈ സീസൺ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. ശുഭപ്രതീക്ഷ 100% വിജയം. ഈ സാല കപ്പ് നമ്മുടെ. നമുക്ക് സൂചി എടാ ഞാൻ സൂചി എടുത്തിട്ടില്ലടാ, നീ കിട്ടോ. എന്നാ ആരാ ഏറ്റവും കൂടുതൽ സമയം മുങ്ങി നിൽക്കുക നോക്കാം. മുങ്ങി നിൽക്കുമോ നോക്കോ. നീ ആര് മൈക്കിൾ ഫിലിപ്സാ? ചത്തെന്ന് തോന്നുന്നല്ലോ. ആരാ ഫസ്റ്റ് ആടെ തൊട്ടിട്ട് ഇവിടെ നീന്തിയെത്താൻ നോക്കാം. ബഹാമസ് ദ്വീപിൽ നിന്നും കൊണ്ടുവന്നതാണ് ഇതിനെ. ധാരാവികളെ തോപ്പിച്ചെന്നുള്ള അഹങ്കാരം കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് അന്നേരെ പറഞ്ഞല്ലടാ. RCB പഴയ RCB ഒന്നുമല്ല. RCB പഴയ RCB അല്ലെന്നറിയാം. പക്ഷെ പഞ്ചാബ് പഴയ പഞ്ചാബ് തന്നെയാ. അതിന് നിങ്ങളല്ലടാ തോറ്റേ. അതിലടാ നിന്നോടെല്ലാം പറഞ്ഞേ പഞ്ചാബ് പഴയ പഞ്ചാബ് തന്നെയാന്ന്. നമ്മളെ അറിയില്ല ഇങ്ങക്കൊന്നും. ഫൈനല് കഴിഞ്ഞ് RCB ജയിച്ച് പട്ടിദാർക്ക് ട്രോഫി കൊടുക്കുമ്പോൾ പട്ടിദാർ പറയും എനക്ക് വേണ്ട, കോഹ്ലി ബൈക്ക് കൊടുത്താൽ മതി. അങ്ങനെ കോഹ്ലി പോയിട്ട് ട്രോഫി പൊന്തിക്കുന്നു. നമ്മളെന്തായാലും ഫൈനലിലെത്തും. ഫൈനലിൽ ആരെ കിട്ടുന്നതായിരിക്കും നല്ലത്? മുംബൈ മതി. മുംബൈനെ തോപ്പിച്ച് കപ്പടിക്കുന്നതായ അന്തസ്. ഈ മുംബൈ നമ്മളെ തോപ്പിക്കുക? അല്ലെങ്കിൽ മുംബൈ വേണ്ട, പഞ്ചാബ് മതി. വേണ്ട, മുംബൈ തന്നെ മതി. എന്നാ നമ്മളെല്ലാവരും തോപ്പിക്കും. ഇനി കപ്പടിച്ചു കഴിഞ്ഞാൽ കോഹ്ലി വിരമിക്കുക. അങ്ങനെയാണെങ്കിൽ കപ്പ് വേണ്ട. എന്തായാലും ഒരു ദിവസം വിരമിക്കണ്ടല്ലേ അല്ലേ? കപ്പടിച്ച് വിരമിച്ചോട്ട്. എന്നാലും മുംബൈ വേണ്ട, പഞ്ചാബ് മതി ഫൈനലിൽ. അല്ലേ ആര് കപ്പടിച്ചാലെന്നാന്ന് ഞാൻ മര്യാദക്ക് പഠിച്ചാൽ എനക്ക് നല്ലേ. കപ്പടിച്ചിട്ട് വേണം കുറച്ചെണ്ണത്തിനോട് 4 വർത്താനം പറയാൻ. അല്ലെങ്കിൽ വേണ്ട, ഒന്നും പറയാണ്ടിരിക്കുക. അതാണ് ഹീറോയിസം. ഞാൻ ഈ കപ്പടിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ കപ്പടിക്കാണ്ടിരിക്കുക. ഇനി കപ്പിനെ പറ്റി ഒരു അക്ഷരം ചിന്തിക്കറേ. ഓക്കെ, ഭഗവാൻ കപ്പടിക്കണേ. ഈ റീൽ 10 പേർക്ക് ഫോർവേഡ് ചെയ്താൽ RCB ഈ സീസൺ കപ്പടിക്കും. ഓരോ അന്ധവിശ്വാസം. അല്ലെങ്കിൽ വേണ്ട, ഫോർവേഡ് ചെയ്ത കളി ഇനിയിപ്പം ഞാൻ ഫോർവേഡ് ആയിട്ട് കപ്പടിക്കാണ്ടിരിക്കണ്ട. ഇതാ മുംബൈ ഇന്ത്യൻസിന്റെ സ്ക്രിപ്റ്റ്. അപ്പം നമ്മളെ സ്ക്രിപ്റ്റ് നമ്മൾ ആദ്യം കുറച്ച് കളി തോക്കും, പിന്നെ കുറെ കളി ജയിക്കും, അങ്ങനെ മാരക കംബാക്ക് നടത്തിയിട്ട് ഫൈനലിൽ കയറും, കപ്പടിക്കും. ഓക്കെ ശരി. ഞാനല്ലേ സ്ക്രിപ്റ്റ് പറഞ്ഞ ആള്. ഇത് കര വേറെയല്ലേ മോനെ. വി ആർ നോട്ട് ഇൻ ദ സ്ക്രിപ്റ്റ് സ്കൈലർ, വി ആർ ദ സ്ക്രിപ്റ്റ്. അങ്ങനെയല്ലേ? കൈലറാ അതാരാ? ആ ടീലുള്ള എന്താന്ന് വെച്ചാല് നിങ്ങളിപ്പം പറഞ്ഞ പോലെ തന്നെ ആദ്യം കുറെ കളി നിങ്ങൾ തോക്കും, പിന്നെ നിങ്ങൾ ജയിക്കും, ഫൈനലിൽ കയറും, ഫൈനലിൽ RCBന്റെ ഒപ്പം തോക്കും. നമ്മൾ ഫൈനലിൽ തോക്കാനോ? അതും RCBയുടെ കൂടി പോയി. ഏട്ടാ നിങ്ങൾ ഫൈനലിൽ തോറ്റാലല്ലേ കഥ മുമ്പോട്ടേക്ക് പോവും. കോഹ്ലിക്കൊരു കപ്പ്, അതാണ് ഇപ്രാവശ്യത്തെ. ആര് പറഞ്ഞു കഥ മുന്നോട്ട് പോയില്ല എന്ന്? ഞാൻ പറഞ്ഞു തരാം. മുംബൈക്ക് ഫൈനലിൽ ജയിക്കാൻ 8 ബോളിൽ 18 റൺ. രോഹിത് ഔട്ടാവുന്നു. എല്ലാവരും സൂര്യ ഇറങ്ങുന്നു വിചാരിച്ച് നിൽക്കുമ്പോ അതാ ഡെഗ് ഔട്ടിൽ നിന്ന് മുംബൈ ജേഴ്സിയിട്ട് കോഹ്ലി നടന്നു വരുന്നു. അങ്ങനെ 7 ബോളിൽ 18 റൺ എടുത്ത് കോഹ്ലി ജയിപ്പിക്കുന്നു. അങ്ങനെ കോഹ്ലി RCBയിലല്ലേ? അതല്ലേ ട്വിസ്റ്റ്. സ്ട്രാറ്റജിക് ടൈം ഔട്ടിന്റെ സമയത്ത് നമ്മൾ കോഹ്ലിയെ സൈൻ ചെയ്യുന്നു. അങ്ങനെ കോഹ്ലി മുംബൈ പ്ലെയർ ആകുന്നു. പോരെ ഏട്ടാ? അതൊന്നും നടക്കൂല ഏട്ടാ. നിങ്ങള് അവസാനം സ്ക്രീനിൽ കോഹ്ലി തുടരുമെന്ന് എഴുതി കാണിക്കണം. അത് മതി. അതൊന്നും നടക്കൂല കേട്ടോ. ഇതാ നിങ്ങളെ സ്ക്രിപ്റ്റ്. അനക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾക്ക് ഫൈനലിൽ തോക്കാനാവില്ലെങ്കിൽ നിങ്ങൾ ഗുജറാത്തിന്റെ ഒപ്പം തോറ്റോ അതിന് മുന്നേ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പഞ്ചാബ് ഉണ്ടോ അവരൊപ്പം തോറ്റോ കേട്ടാ. അങ്ങനെയാണെങ്കിൽ നീ എത്ര കാലം ഇവിടെ പണിയെടുക്കുമെന്ന് നമുക്ക് നോക്കാം. ഹർദിക് മോനു ജയ്ഷേ കോൾച്ചി ആരേനു എന്നങ്ങനെ. ടീച്ചർക്ക് എന്റെ പേര് പറഞ്ഞ ഓർമ്മയുണ്ടാവില്ല, പക്ഷെ ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം. നേരം ടീച്ചർക്ക് എന്നെ മനസ്സിലാവും. 2016 ഈ സംഭവം. അന്നെന്റെ പിറന്നാളേനു. ഞാൻ വലിയ കാര്യം പോലെ ക്ലാസ്സിലേക്ക് എന്റെ ഇഷ്ടപ്പെട്ട ടീമിനെ ജേഴ്സിയിൽ ഇട്ടിട്ടാണെന്ന് വന്നത്. കപ്പിന്റെ വോളിയം കണ്ടുപിടിച്ചോട്ടെ. കപ്പിന്റെ വോളിയം പോലും നിങ്ങൾക്ക് കിട്ടാത്ത കപ്പല്ലേ. അന്ന് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എന്നെ കളിയാക്കി. ടീച്ചറും ചിരിച്ചെന്നും തോന്നുന്നു. പക്ഷെ അന്നൊരു കാര്യം പറഞ്ഞേനു. RCBക്ക് കപ്പില്ല എന്ന് പറഞ്ഞ എല്ലാരോടും കുടിക്കാ പറയുന്നു, ടീച്ചറോടും കുടിക്കാ പറയുന്നു. ഇനി RCB കപ്പടിച്ചിട്ടാമേ ഞാൻ ഈ സ്കൂളിന്റെ പടിയാവട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ ഇനി പഠിക്കാനുണ്ടാവില്ല. കാണാടാ, നമുക്ക് കാണാം. ഇനി ഇപ്രാവശ്യം കപ്പ് എടുക്കുക. ടീച്ചർ എന്തായാലും ഒരു അഡ്മിഷൻ സ്ലിപ്പ് റെഡിയാക്കി വെച്ചോ. ഇപ്രാവശ്യം നമുക്ക് മിസ്സാവില്ല.
അവിടെ നീയെല്ലാം പറയുന്ന പോലെ RCBയോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല നമ്മൾ പഞ്ചാബിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒറ്റ പേര്, മഹേന്ദ്ര സിംഗ് ധോനി. ഓക്കെ, സിംഗ് ഈസ് പഞ്ചാബ്. ക്ലിയർ? മനുഷ്യന് ഇരിക്കാനും നിൽക്കാനും പറ്റുന്നില്ല. കളിയൊന്നും വേഗം തീർന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ. ചെണ്ട മുട്ടുന്ന സൗണ്ട് എല്ലാം എൻ്റെ നെഞ്ചിടിക്കുന്ന സൗണ്ടാണ്. ജയിച്ചാൽ വീട്ടാത്ത കുറെ ക്ലബ്ബ് കപ്പ് കിട്ടിയിട്ടുണ്ടോ, അതാണെന്നൊരാശ്വാസം. പഞ്ചാബിനും കപ്പില്ലല്ലോ അല്ലേ. പക്ഷെ ഇത് 18ാമത്തെ സീസണാണ്. ഇന്ന് 3/6/2025 3/6/9 11 11 2 13 5 18 എല്ലാം കൊണ്ട് ഇത് RCBന്റെ കൊല്ലായിരിക്കും. ആയാ മതി. ഗംഭീര പരിപാടികളായിരിക്കും നാളെ, ഗംഭീര പരിപാടികളായിരിക്കും. ഞാൻ ചിന്നസ്വാമിയിലേക്ക് പോകുന്നുണ്ട് സെലിബ്രേഷന്. ഓക്കെ, എടാ ജയിക്കുവാടാ ഇക്കൊല്ലം. നീ ആലോചിച്ച് നോക്കിയാട്ടെ, ഫൈനൽ വരെ എത്തിയിട്ട് ആദ്യം തോക്കുന്നേ ജയിക്കുക നമ്മള്. RCB കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ എത്ര സന്തോഷം ഉണ്ടാവും. ഓഹ്, കപ്പ് എടുത്തിട്ടില്ല നാളെ എത്ര സങ്കടം ഉണ്ടാവും. പിടി, ഞാൻ പോട്ടെ. RCB ഫൈനലിൽ എത്തിയില്ലേ, ഫൈനൽ കളിക്കണം. കുട്ടി നമുക്ക് ഇനിയും ഉണ്ടാവും. ഫൈനൽ ഇന്നേ കളിക്കാൻ പറ്റൂ. ഇപ്പം എടുത്ത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണോ, അല്ല ചിക്കു ബൈക്ക് കൊടുക്കണോ? ചിക്കു ബൈക്ക് കൊടുക്കാല്ലേ, അതാണല്ലേ. ഡിവില്ലിയേഴ്സ് അണ്ണനുണ്ടല്ലേ കളി കാണാൻ. എന്നാൽ പിന്നെ അവർ രണ്ടാളെയും വിളിച്ചിട്ട് കൊടുക്കാം. സെറ്റ്. ഇപ്പം എടുത്ത് കഴിഞ്ഞിട്ട് ഒരു റിവഞ്ച് സെലിബ്രേഷൻ നടത്തണം. ഇല്ലെങ്കിൽ വേണ്ട, സെലിബ്രേറ്റ് ചെയ്യാണ്ട് കപ്പ്. അതാണ് ഇപ്പം ട്രെൻഡിങ്. കപ്പ് കിട്ടിയാലും ഇല്ലെങ്കിലും എൻ്റെ പിള്ളേർക്ക് രുചികരമായ പറാത്തി എന്നുണ്ടാക്കി കൊടുക്കണം. കറി എന്നാ വെക്കുക. എടോ അസിസ്റ്റന്റ്, പറ. ഇക്കൊല്ലും ഇല്ലേ നമുക്ക് കപ്പില്ലാത്ത എല്ലാത്തിനും ഓരോ കപ്പും കൊടുക്കാം. പരാതി തിരിട്ട് കുറെ കാലായില്ലേ. നല്ലൊരു തീരുമാനം. ഹാരി കെയിന് ഒരു കപ്പ് കൊടുത്തേ. ഓക്കെ. പിന്നെ ഹാരി കെയിന്റെ ഒപ്പരം നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, സണ്ണ്. ഓനും ഒന്ന് കൊടുത്തേ. അവരെ ഇരുന്നാന്ന് അവരുടെ ടീമിന്റെ പേര് ടോട്ടനം, അവർക്ക് ഒന്ന് കൊടുത്തേ. പിന്നെ ക്രിസ്റ്റൽ പാലസിന് ഒന്ന് കൊടുത്തേ, ന്യൂകാസിന് കൊടുത്തേ. പിന്നെ UCL PSG കൊടുത്തേ. കുറേ ആയി അറബി പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അങ്ങനെ ഇത്രയും കാലം കപ്പില്ലാണ്ട് കരഞ്ഞ എല്ലാത്തിനും ഓരോ കപ്പും കൊടുത്തേ ഈ സീസണിൽ. അല്ല, അപ്പം മറ്റേ IPL എന്നാ വേണ്ടേ? IPL അങ്ങനെ തന്നെ കൊടുത്തേ. കപ്പില്ലാത്ത ആരാ? മറ്റേ പഞ്ചാബും RCB അല്ലേ, അവരിൽ ഒരാൾക്കും കൊടുത്തേ. അതിന്റെ അകത്ത് ചൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ട് ടീമും ഡിസേർവിംഗ് ആണ്. നമുക്ക് ടോസ് ഇടാം. ഹെഡ് വന്ന പഞ്ചാബ്, ടെയിൽസ് വന്ന RCB. ഓക്കെ, ഏതാ വന്നേ? ഹെഡ്. അപ്പൊ പഞ്ചാബ് അല്ലേ? നമ്മളെ പ്ലാന് പ്രകാരം പഞ്ചാബ് നടിക്കണ്ടേ. പക്ഷെങ്കിലേ അവരെ ടീമിന്റെ ഒരു ചങ്ങായി ഉണ്ട്. അന്റെ കുറേ സ്ക്രിപ്റ്റ് ഒന്ന് തെറ്റിച്ചിട്ടുണ്ട്. 18 നമ്പർ ഇട്ടൊരു ചങ്ങായി, വിരാട് കോഹ്ലി. ഇതൊന്നും പറയാൻ പറ്റൂല. നോക്കാം നമുക്ക്. ഈശ്വര, കിട്ടിക്കാണോ? കിട്ടൂലേ? കിട്ടി. ഇവന് ഓവറാക്കോ? ഓരോ ഓവറും ഇല്ല. കുറെ കാലം കൂടി അടിച്ചല്ലേ, കുറച്ച് ഷോ എല്ലാം ആവാം. എന്നിട്ട് വരുന്നുണ്ട് ഒളിച്ചു. എടാ വിളിക്കടാ, കപ്പില്ലാത്തവന്ന് വിളിക്കടാ, ഒന്ന് വിളിച്ച് നോക്കടാ. നിന്നെയല്ല വേണ്ടേ, മറ്റവരെ വിളി. നമുക്ക് കപ്പ് കിട്ടിയടാ. എപ്പോ? ഇന്ന് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. നമ്മളറിയില്ല, ഇത് ഫേക്ക് ന്യൂസ്. പോല നിങ്ങൾ രണ്ടാളോടും കൂടി എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. നിക്ക്, 2008 മുതൽ തുടങ്ങിയതാ കപ്പില്ല. കയ്യങ്ങാൻ പോന്നിച്ചിന്റെ അടിയാന്ന് എനിക്ക് അടി. എനക്കെന്നേരെ അറിയാനപ്പ നിങ്ങൾക്ക് കപ്പ് കിട്ടുമെന്ന് അറിയില്ല, നിനക്കൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ അറിയിക്കും. നമ്മളും നമ്മളെ ടീമും നിങ്ങളെ അറിയിക്കും. നമുക്ക് രണ്ടാൾക്കും കൂടി ടോട്ടൽ 10 കപ്പില്ലേ? ഒരു കാര്യമില്ല. പോയി 18 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് കപ്പ് സമ്മാനിച്ച പട്ടിദാർജിക്കും വിരാട് കോഹ്ലിജിക്കും ദിനേശ് കാർത്തിക് ജിക്കും എൻ്റെ പേരിലും RCB ഫാൻസിന്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. പോല ഞങ്ങളെ ട്രോഫി കൊണ്ടുള്ള അതിഗംഭീരമായ സെലിബ്രേഷൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ വരുമല്ലോ, എന്നിട്ട് ബിരിയാണി കഴിച്ചിട്ട് പോവുമല്ലോ. ഓക്കെ, ബിരിയാണി കഴിക്കാൻ തരാം. താങ്ക്സ്. പോകരുത്. അനക്ക് എന്തെല്ലോ പറയാനുണ്ട് എല്ലാവരോടും, പക്ഷെ എനിക്കൊന്നും കിട്ടുന്നില്ല. ബാക്കി ഞാൻ നാളെ രാവിലെ ഫോൺ വിളിച്ചിട്ട് പറയാം.